ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിസ്തയുടെ ഷെൽസ് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ഈ പിസ്തകൾ ഓരോന്നായിട്ട് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5 ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിക്കണം. ഞാൻ സ്പ്രേ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു മരത്തിൻ്റെ കൊമ്പാണ്. അപ്പം ഞാൻ മാവിൻ്റെ കൊമ്പാണ് എടുത്തത്. ഇനി നമുക്കിതിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇലയൊക്കെ കളഞ്ഞ് അതിൻ്റെ ശിഖരങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മരത്തിൻ്റെ ഈ ഒരു കൊമ്പ് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നന്നായിട്ട് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോരും. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ദേ നന്നായിട്ട് ഒട്ടിയിരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ശിഖരങ്ങളിലേക്കും ഈ പിസ്തയുടെ ഷെൽസ് ഒരു ഫ്ലവർ പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ.
അപ്പോൾ ഇത് ഞാൻ ഒരു ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ശിഖരങ്ങളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ ശിഖരങ്ങളിലും ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ശിഖരങ്ങളിലേക്ക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് തിക്കായിട്ട് അടിക്കണില്ല, ചെറിയൊരു ലെയർ മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ ഈ പിസ്തയുടെ ഫ്ലവേഴ്സിലേക്ക് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്കിങ്ങനെ തന്നെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് അടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളേഴ്സ് കൊടുക്കാം. വേണമെങ്കിൽ റെഡോ യെല്ലോയോ ഇതിന് മാച്ച് ചെയ്യുന്ന കളേഴ്സ് നമുക്ക് കൊടുക്കാം. ഫൈനലി ഞാൻ കുറച്ച് കല്ലുകൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കളർ ചെയ്തിട്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.